എന്നാ സ്വപ്നം ഇത്? ലൈറ്റ് ഓണാക്കട്ടെ. എനിവേസ്, ന്യൂ ഡേ ന്യൂ ലൈഫ്. സമയം. അയ്യോ അമ്മേ പോവാട്ടോ, അച്ഛേ പോവാട്ടോ, ടാറ്റാ. സ്വപ്നായിരുന്നു. ഇപ്പൊ ചെലവാണ് കേട്ടോ. ഞാൻ ചെയ്തില്ല, അപ്പൊ നീ ചെയ്യണ്ടേ? ബസ് എപ്പോഴാ? കുറച്ച് വൈകിയാ. കേറിക്കോ, വാ. കാണുന്നൊന്നുമില്ല കേട്ടോ, റിപ്ലൈ ഇല്ല. ഞാൻ ഫോൺ നോക്കാറില്ല, ഞമ്മക്കും പഠിത്തല്ലേ. നീ എവിടെ പഠിക്കുന്നുണ്ടെന്ന്? പക്ഷെ മാർക്ക് കുറവാന്നേ ഉള്ളൂ. അവള് പയ്യെ സെറ്റ് ആയിക്കോളൂ. പഠിച്ചാ മാർക്ക് എങ്ങനെയാ വന്നേ? നീ എപ്പോഴും ഇൻസ്റ്റയിലാണല്ലേ? അല്ല ഇൻസ്റ്റയിൽ ഇടയ്ക്കേ കയറാറുള്ളൂ. ഇടയ്ക്ക് നീ എപ്പോഴും ഓൺലൈൻ ഉണ്ടല്ലോ? ഇല്ല, രാത്രി ഒന്നും ഇല്ല. ഇല്ല, എടാ എന്റെ ഫോൺ ഹാങ് ആയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓട്ടോമാറ്റിക് വരില്ലേ? ബോറായിരുന്നു, ചൂടി മെച്ചപ്പെടുത്താം. വെള്ളം വെള്ളം തുപ്പിയിട്ട് വരാം. താങ്ക്സ് ഫോർ ദ വാട്ടർ. അപ്പൊ എന്റെ അവസ്ഥയോ? എത്ര പഠിച്ചാലും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. മാർക്കും ഇല്ല. സോഷ്യൽ സയൻസിന് 0. ടീച്ചർ തന്നെ പറഞ്ഞു, ആഹാ മുട്ട ഉണ്ടല്ലോ എന്ന്. കുറച്ചേ കാണുള്ളൂ, എപ്പോഴൊന്നും കാണാറില്ല. നീ ഒന്നും കാണുന്നില്ല. നീ കാണുവാണെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നില്ല, വിളിച്ചെടുക്കുന്നില്ല. ഈ രാത്രി ഇരുന്ന് ഉറങ്ങുന്നതിന്റെ സമയത്ത് ഇരുന്ന് കണ്ടാ പിന്നെ ഉറക്കം കിട്ടത്തില്ല. ശരിയാവും. 2 മണി. എനിക്ക് മര്യാദയ്ക്ക് ഉറക്കം എനിക്ക് പ്രേയ സിനിമ കാണണം. അത് എന്നെ തല്ലാൻ വേണ്ടി മാത്രമേ ചേച്ചിയുടെ കൈ പോകുന്നുള്ളൂ. അഞ്ജുവേ ഇങ്ങോട്ട് വാ. ഇവിടെയോ? ഇവിടെ ഒരു ഡിസ്നി ലാൻഡ് ഉണ്ടല്ലോ. എന്നാ എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? ആരുടെ വേണ്ടേ? ആരെങ്കിലും കഥ പറഞ്ഞു തരണം. എന്നാ വാൾട്ടറിന്റെ കഥ പറയാം. അങ്ങ് പടിഞ്ഞാറൊഴുകുന്ന ദക്ഷിണ ഗംഗാ നദിയുടെ തീരത്തുള്ള വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ കിഴക്കേ കോവിൽ ചെമ്പകശ്ശേരി തറവാട്ടിലെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് വാൾട്ടർ. വലിയ ധനമോഹിയായിരുന്ന ദൈവപ്രിയനായിരുന്നു വാസുദേവൻ ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന് മന്ത്രവും തന്ത്രവും അറിയായിരുന്നു. ഒരിക്കൽ കൊച്ചുമകൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് എന്നെ താഴെ ഇറക്കാത്തത്? അവിടെ എന്താണുള്ളത്? അപ്പാപ്പൻ മറുപടി പറയുന്നു, അവിടെ ഒന്നുമില്ല, അവിടെ നിനക്ക് പോവാൻ അനുവാദമില്ല. മുത്തശ്ശന്റെ താല്പര്യമില്ലായ്മയാൽ അവൻ തിരിച്ചുപോയി. പക്ഷേ വാൾട്ടർ ഒരു ദിവസം വീട്ടിൽ ആരുമില്ലായിരുന്നപ്പോൾ അവിടെ ചെല്ലുന്നു.
എന്നിട്ട് അവിടെ കണ്ട ആ കുപ്പി തുറക്കുന്നു. ആ കുപ്പിയിലുണ്ടായിരുന്ന ഭൂതം അവന്റെ വ്യക്തിത്വത്തെ രണ്ടാക്കി തിരിക്കുന്നു. ഒരു നല്ലവനും ഒരു മോശ സ്വഭാവമുള്ളവനുമാക്കി. അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്ത കഥകളിലെ ആ ശക്തി കൈക്കലാക്കാൻ അവന്റെ ഉള്ളിൽ മോഹമായി. അപ്പൊ ഇങ്ങനെയാണ് ഈ കഥ ഇവിടെ തീരുന്നത്. ഈ കഥയുടെ പേരെന്നാ?